ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് പാത്സ് ആൻഡ് സൈക്കിൾസ് എന്ന് പറഞ്ഞ ആ സെക്ഷൻ്റെ കണ്ടിന്യൂഷനാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൈക്കിൾ എന്ന് പറയുന്നതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെഫിനേഷൻ നോക്കാം. എ നോൺ ട്രിവിയൽ ക്ലോസ്ഡ് ട്രയൽ ഇൻ എ ഗ്രാഫ് ജി ഈസ് കോൾഡ് എ സൈക്കിൾ ഇഫ് ഇറ്റ്സ് ഒറിജിൻ ആൻഡ് ഇൻറ്റേർണൽ വേർട്ടീസസ് ആർ ഡിസ്റ്റിങ്ക്റ്റ്. എന്താ പറയുന്നത്? ഒരു ട്രയൽ നമ്മൾ ആദ്യം നമുക്കറിയാം, ഒരു വാക്കിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫസ്റ്റ് വെർട്ടെക്സിനെയാണ് നമ്മൾ ഒറിജിൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് വെർട്ടെക്സിനെ ടെർമിനസ് എന്ന് പറയും. അതിനിടയിൽ വരുന്ന ആൾക്കാരെ നമ്മൾ ഇൻറ്റേർണൽ വേർട്ടീസസ് എന്ന് പറഞ്ഞു. ഇനി ഒരു വാക്ക് എപ്പോഴാണ് ഒരു ട്രയൽ ആവുന്നത്? ആ വാക്കിലെ എല്ലാ എഡ്ജസും ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ ആ വാക്കിനെ നമ്മൾ ട്രയൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒരു ക്ലോസ്ഡ് ട്രയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഒറിജിനും ടെർമിനസും സെയിം ആണെങ്കിൽ നമ്മളതിനെ ക്ലോസ്ഡ് ട്രയൽ എന്ന് പറയും. ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ അതിന് നമ്മൾ ഓപ്പൺ ട്രയൽ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാം, ഒരു ക്ലോസ്ഡ് ട്രയൽ സൈക്കിൾ ആവണമെങ്കിൽ അതിൻ്റെ ഒറിജിനും അതുപോലെ തന്നെ ഇൻറ്റേർണൽ വേർട്ടീസസും എന്തായിരിക്കണം? ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വരണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ക്ലോസ്ഡ് ട്രയലിനെ സൈക്കിൾ എന്ന് പറയും. ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ക്ലോസ്ഡ് ട്രയൽ സി ഈക്വൽ ടു V1 V2 എക്സെട്ര Vn V1 ഈസ് എ സൈക്കിൾ ഇഫ് സി ഹാസ് അറ്റ്ലീസ്റ്റ് വൺ എഡ്ജ് ആൻഡ് V1 V2 എക്സെട്ര Vn ആർ n ഡിസ്റ്റിങ്ക്റ്റ് വേർട്ടീസസ്. ഓക്കെ, എന്താ പറയുന്നത്? സി എന്ന് പറയുന്നത് ഒരു ട്രയൽ അവിടെ തന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ നെയിം ചെയ്തിരിക്കുന്ന V1 V2 എക്സെട്ര Vn V1. ഓക്കെ, ക്ലോസ്ഡ് ആയതുകൊണ്ട് ഒറിജിനും ടെർമിനസും സെയിം വെർട്ടെക്സ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ക്ലോസ്ഡ് ട്രയലിനെ സൈക്കിൾ എന്ന് പറയണമെങ്കിൽ എന്താ പറയുന്നത്? അറ്റ്ലീസ്റ്റ് ഒരു എഡ്ജെങ്കിലും അതിൽ വേണം. ഓക്കെ, സൈക്കിളിൽ ഒരു എഡ്ജെങ്കിലും അറ്റ്ലീസ്റ്റ് വേണം. രണ്ടാമത്തേന്ന് പറയുന്നത് ഈ V1 V2 എക്സെട്ര Vn എന്ന് പറയുന്ന ഈ n വേർട്ടീസസും എന്തായി മാറണം? ഡിസ്റ്റിങ്ക്റ്റ് വേർട്ടീസസ് ആയിട്ട് മാറണം. അത് ആ വെർട്ടെക്സുകളൊന്നും റിപ്പീറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, ഇനി എ സൈക്കിൾ ഓഫ് ലെങ്ത് k ദാറ്റ് ഈസ് വിത്ത് k എഡ്ജസ് ഈസ് കോൾഡ് എ k സൈക്കിൾ. ഒരു സൈക്കിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ സൈക്കിളിൽ k എഡ്ജസ് ഉണ്ടെങ്കിൽ ആ സൈക്കിൾ നമ്മൾ k സൈക്കിൾ എന്ന് പറയും. A k cycle is called odd or even depending on whether k is odd or even. ഒരു k സൈക്കിൾ നമ്മൾ പറഞ്ഞു എത്ര എഡ്ജസ് ഉണ്ടോ, k എഡ്ജസ് ഉണ്ടെങ്കിൽ അതിനെ k സൈക്കിൾ എന്ന് പറയും. ആ k എന്ന് പറയുന്നത് ഓഡ് ആണെങ്കിൽ അത് ഓഡ് സൈക്കിളാവും, ഇവൺ ആണെങ്കിൽ അതിനെ ഇവൺ സൈക്കിൾ എന്നും പറയും. ഓക്കെ, ആ k എന്ന് പറയുന്നത് ഓഡും ഇവണും. നമ്പർ ഓഫ് എഡ്ജസ് ഇവൺ ആണെങ്കിൽ ഇവൺ സൈക്കിൾ, നമ്പർ ഓഫ് എഡ്ജസ് ഓഡ് ആണെങ്കിൽ ഓഡ് സൈക്കിൾ എന്ന് അതിന് നമ്മൾ പറയും. എ 3 സൈക്കിൾ ഈസ് ഓഫൺ കോൾഡ് എ ട്രയാങ്കിൾ. ഒരു 3 സൈക്കിൾ എപ്പോഴും എന്തായിരിക്കും? ഒരു ട്രയാങ്കിൾ തന്നെയായിരിക്കും. ഓക്കെ, അതൊരു 3 വെർട്ടെക്സുകൾ ഉണ്ടായിരിക്കും, 3 എഡ്ജസും ഉണ്ടായിരിക്കും. ആ ഒരു സൈക്കിളിൽ 3 വെർട്ടെക്സും 3 എഡ്ജസും ഉള്ള ഏതൊരു സൈക്കിൾ നമ്മൾ എടുക്കുകയാണെങ്കിലും അതെന്ത് തന്നെയായിരിക്കും? എപ്പോഴും ഒരു ട്രയാങ്കിൾ തന്നെയായിരിക്കും. ക്ലിയർലി any two cycles of the same length are isomorphic. An n cycle, that is a cycle with n vertices, will sometimes be denoted by Cn. ഓക്കെ, അപ്പോൾ അടുത്ത വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതെന്താണ്? 2 സൈക്കിൾസ് എടുക്കുകയാണ് നമ്മൾ. ആ 2 സൈക്കിൾസിൻ്റെയും നമ്പർ ഓഫ് എഡ്ജസ് സെയിം ആണെങ്കിൽ ആ 2 സൈക്കിളും എന്ത് തന്നെയായിരിക്കും? പരസ്പരം ഐസോമോർഫിക് ആയിരിക്കും. അതായത് ആ 2 സൈക്കിൾസിലും എഡ്ജസ് തമ്മിലും വെർട്ടെക്സുകൾ തമ്മിലും ഒരു 1:1 മാപ്പ് നമുക്കവിടെ ഒരു 1:1 കറസ്പോണ്ടൻസ് അവിടെ നമുക്ക് പറയാനായിട്ട് പറ്റും. സോ ആ 2 സൈക്കിൾസ് എന്ത് തന്നെയായിരിക്കും? ഐസോമോർഫിക് ആയിരിക്കും. ഇനി അടുത്തത് പറയുന്നത് ഒരു n വേർട്ടീസസ് ഉള്ള ഒരു സൈക്കിള് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ സൈക്കിളിന് നമ്മൾ n സൈക്കിൾ എന്ന് പറയും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, അത്തരത്തിലുള്ള ആ n സൈക്കിൾസ് നമ്മൾ ചില സമയത്ത് Cn എന്നും ഡിനോട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ താഴൊരു എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇൻ ഫിഗർ 1.38 C ഈക്വൽ ടു V1 V2 V3 V4 V1 ഈസ് എ 4 സൈക്കിൾ. T ഈക്വൽ ടു V1 V2 V5 V3 V4 V5 V1
is a non-trivial closed trial which is not a cycle because V5 occurs twice as an internal vertex. എന്താ പറയുന്നത്? ആദ്യം നമുക്കൊരു 4 സൈക്കിൾ തന്നിട്ടുണ്ട്. അതെന്തായിരുന്നു? V1, V2, V3, V4. 4 എഡ്ജസ് ഉണ്ട്, 4 വെർട്ടീസസ് ഉണ്ട്. സോ അതെന്ത് സൈക്കിളാണ്? ഒരു 4 സൈക്കിളാണ്. ഓക്കെ, അതിൽ നോക്കുകയാണെങ്കിൽ V1, V2, V3, V4 ഇവരെല്ലാവരും എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടീസസ് ആണ്. അതായത് ഒറിജിനും ഇൻറ്റേർണൽ വെർട്ടീസസും എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ് ആയതുകൊണ്ട് അതെന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഒരു സൈക്കിൾ ഫോം ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ നോക്കാം. രണ്ടാമതൊരു സൈക്കിൾ നമുക്ക് തന്നിട്ടുണ്ട്. സൈക്കിളല്ല, ഒരു ട്രയൽ നമുക്ക് തന്നിട്ടുണ്ട്. അതൊന്ന് വരച്ച് നോക്കുകയാണെങ്കിൽ എന്താ കിട്ടാം? ആദ്യം V1, ദെൻ V2, V5, V3, V4, V5, V1. ഓക്കെ, ഇവിടെ നോക്കാം. ഇവിടെ ഒറിജിൻ എന്ന് പറയുന്നത് V1 ആണ്. അതുപോലെ തന്നെ ഇവിടെ V1, V2, V3, V4 എക്സെട്ര Vn എന്ന് പറയുന്നത് നമ്മൾ ഡെഫിനേഷനിൽ എങ്ങനെയായിരുന്നു? V1, V2, V3, V4 എക്സെട്ര Vn എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ n വേർട്ടീസസ് എന്തായിരിക്കണം? ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. പക്ഷേ ഈ ട്രയൽ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം V1 വരുന്നുണ്ട്, V2, V5, V3, V4, വീണ്ടും V5 വരുന്നുണ്ട്. അതായത് ഇൻറ്റേർണൽ വെർട്ടെക്സിൽ എന്ത് വരുന്നുണ്ട്? വെർട്ടെക്സുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. സോ ഇതൊരു ട്രയലാണ്, പക്ഷേ എന്തല്ല? ഒരു സൈക്കിളല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സൈക്കിൾ അല്ലാത്തതിനും ഒരു എക്സാമ്പിൾ കണ്ടു. അതുപോലെ തന്നെ സൈക്കിൾ ആകുന്നതിനും ഒരു എക്സാമ്പിൾ നമ്മളിപ്പോൾ കണ്ടു. ഇനി താഴെ ഒരെണ്ണം കൂടെ പറഞ്ഞിട്ടുണ്ട്. C' ഈക്വൽ ടു V1, V2, V5, V1 ഈസ് എ ട്രയാങ്കിൾ. അപ്പോൾ അവിടെ നോക്കാം, 3 വെർട്ടെക്സുകളാണ് അവിടെ വരുന്നത്, 3 എഡ്ജസുമാണ് വരുന്നത്. V1, V2, V5 എന്ന് പറയുന്ന 3 വെർട്ടെക്സുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ 3 എഡ്ജസും വരുന്നുണ്ട്. സോ നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞു, എ 3 സൈക്കിൾ ഈസ് ഓഫൺ കോൾഡ് എ ട്രയാങ്കിൾ. ഇവിടെ നമുക്ക് എന്താ കിട്ടുന്നത്? 3 എഡ്ജസാണ് വരുന്നത്. സോ അതെന്താണ്? ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ട്. സോ C' എന്ന് പറയുന്നത് എന്താണ്? ഒരു ട്രയാങ്കിളാണ് അല്ലേ? V1, V2, V1, V2, V5, V1. സോ ഇതെന്താണ്? ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുന്നുണ്ട്. 3 എഡ്ജസ് ആണുള്ളത്. സോ ഇതൊരു 3 സൈക്കിളാണ്. സോ ഇറ്റ്സ് എ triangle. Note that a loop is just a one cycle. Also given a pair of parallel edges E1 and E2 with a distinct end vertices V1 and V2, we can form the cycle V1, E1, V2, E2, V1 of length 2. Conversely, the two edges of any cycle of length 2 are a പെയർ ഓഫ് പാരലൽ എഡ്ജസ്. എന്താ പറയുന്നത്? ഒരു ലൂപ്പ് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതും ഒരു സൈക്കിൾ തന്നെയാണ്. 1 എഡ്ജ് മാത്രമുള്ള ഒരു സൈക്കിൾ. സോ ഇറ്റ്സ് എ 1 സൈക്കിളാണ്. ഇനി അടുത്ത് എന്താ പറയുന്നത്? ഒരു പാരലൽ എഡ്ജസ് നമ്മൾ കൺസിഡർ ചെയ്യുക. അവർ 2 വെർട്ടീസസ് എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ് ആണ്. V1, V2 ആയിട്ട് എടുക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് അവിടെ ഒരു സൈക്കിൾ പറയാം. എന്താണത്? V1, E1, V2, E2, V1. ഓക്കെ, 2 എഡ്ജസ് ആണ് ഉള്ളത്, 2 വെർട്ടീസസ് ആണ്. സോ ഇറ്റ്സ് എ 2 സൈക്കിൾ. അതിൻ്റെ ലെങ്ത്ത് 2 ആണ്. ഓക്കെ, തിരിച്ചും പറയുന്നുണ്ട്, ഏത് 2 ലെങ്ത്തുള്ള സൈക്കിൾസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതെന്ത് തന്നെയായിരിക്കും? ആ 2 എഡ്ജസ് പാരലൽ എഡ്ജസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. 1 വെയിറ്റേജ് പോലെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് പോലെ നമുക്ക് വേണമെങ്കിൽ പറയാം. 2 പാരലൽ എഡ്ജസ് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതെന്ത് ഫോം ചെയ്യും? ഒരു 2 സൈക്കിൾ ഫോം ചെയ്യും. തിരിച്ചും നമുക്കെന്ത് പറയും? ഒരു 2 സൈക്കിൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 2 ലെങ്ത്തുള്ള സൈക്കിൾ, ഒരു 2 സൈക്കിൾ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലെ വെർട്ടെക്സുകൾ, ആ 2 എഡ്ജസ്, അതിലെ 2 എഡ്ജസുകൾ എന്തായിരിക്കും? പാരലൽ എഡ്ജസ് ആയിരിക്കും. പ്രൂഫിൽ ജസ്റ്റ് എഴുതിയിരിക്കുന്ന പോലെ തന്നെ നമ്മൾ ആദ്യം 2 പാരലൽ എഡ്ജസ് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ അതിൻ്റെ വെർട്ടെക്സുകൾ V1, V2 ആയിട്ട് നമ്മൾ എടുക്കാം. സോ ആ സൈക്കിൾ എന്തായിരിക്കും? ഒരു 2 ലെങ്ത്തുള്ള സൈക്കിൾ നമുക്ക് അവിടെ എന്ത് പറയാം? V1, E1, V2, E2, V1 ആയിട്ട് എടുക്കാം. ഇനി നമ്മൾ അടുത്തത് എന്ത് ചെയ്യാം? ഒരു 2 സൈക്കിൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, 2 സൈക്കിൾ കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് ഈസ് ഓഫ് ദ ഫോം V1, E1, V2, E2, V1 ആയിരിക്കും. എന്തായാലും ഒറിജിനും ടെർമിനസ് എന്തായി വരണം? സെയിം ആയിട്ട് വരണം. അതിലിടയിൽ ഒരു വെർട്ടെക്സ് മാത്രമേ
ഡിഫറെൻ്റ് ആവാനായിട്ടുള്ളൂ. സോ അത് നമ്മൾ വരച്ച് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായി മാറും, ഒരു പാരലൽ എഡ്ജസ് ആയിട്ട് വരും. സോ അതാണ് അതിൻ്റെ പ്രൂഫ്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് ഒരു തിയറാണ്. ആ ഒരു ഗ്രാഫ് അറ്റ്ലീസ്റ്റ് 2 വെർട്ടീസസ് ഉള്ളൊരു ഗ്രാഫ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഗ്രാഫ് ബൈപാർട്ടേറ്റ് ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഹാസ് നോ ഓഡ് സൈക്കിൾ. ഒരു ബൈപാർട്ടേറ്റ് ഗ്രാഫ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലെന്തുണ്ടാവില്ല, ഓഡ് സൈക്കിൾസ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഓഡ് സൈക്കിൾസ് ഒന്നും ഇല്ലാത്തൊരു ഗ്രാഫ് നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഗ്രാഫ് എന്തായിരിക്കും, ഒരു ബൈപാർട്ടേറ്റ് ഗ്രാഫ് ആയിരിക്കും. അതാണ് അടുത്ത തിയറം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ആ കൂടെ പറഞ്ഞത് സൈക്കിളിൻ്റെ ഡെഫിനിഷനും കുറച്ച് എക്സാമ്പിൾസ് ആണ്. അതൊന്ന് വായിച്ച് നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.